നമസ്കാരം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് വാതോരാതെ പറയുമ്പോഴും ലോകമെമ്പാടും എക്കാലവും യുദ്ധഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നിസ്സഹായരായ മനുഷ്യരാണ്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. രാജ്യങ്ങൾ സൈനിക ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ രൂക്ഷമാകുമ്പോൾ പല രാജ്യങ്ങളും തങ്ങളുടെ സായുധ സേനകളെ ശക്തിപ്പെടുത്തുന്നതിനും ആഗോളതന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനുമായി അവരുടെ സൈനിക ബജറ്റുകൾ വികസിപ്പിക്കുന്നു. പ്രത്യേകിച്ച് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് ചൈന. ചൈന സദാ തങ്ങളുടെ സൈനിക ശക്തി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല പരീക്ഷണങ്ങളും ഇതിനിടയിൽ ചൈന രഹസ്യമായിട്ടാണ് നടത്താറുമുള്ളത്. ചൈന എപ്പോഴും ഒരു യുദ്ധം മുന്നിൽ കാണുന്നുണ്ടെന്ന് പറയേണ്ടി വരും. ചൈനയുടെ എതിരാളികൾ അത്ര നിസ്സാരക്കാരല്ല. അതിൽ ഒന്ന് ലോക നേതാവ് കളിക്കുന്ന അമേരിക്ക തന്നെയാണ്. അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ചൈന എന്ന് പറയുന്നതിലും തെറ്റില്ല. $266.85 ബില്യൺ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായ ചൈനയുടെ ചെലവ്. ചൈനയുടെ പ്രതിരോധ ബജറ്റിനേക്കാൾ ഏകദേശം 2.5 ഇരട്ടിയാണ് അമേരിക്കയുടെ ഡിഫൻസ് ബജറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റ് അമേരിക്കയുടേതാണ്. ചൈന പ്രധാനമായി പണം ചെലവാക്കുന്നത് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, ആണവ ആധുനികവൽക്കരണം, സൈബർ പ്രതിരോധം, ഇന്തോ പസഫിക്കിലെ സൈനിക വിന്യാസങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ്. വാർഷിക പ്രതിരോധ ബജറ്റിൽ 7.2% വർധനമാണ് ചൈന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ചൈനയുടെ പ്രതിരോധ ബജറ്റ് ഉയരും. കര, വായു, കടൽ, ആണവം, ബഹിരാകാശം, സൈബർ മേഖലകളിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത്. അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും ദക്ഷിണ ചൈന കടലിൽ ആധിപത്യം സ്ഥാപിക്കാനും ചൈന കൂടുതൽ പണം ചെലവാക്കുന്നുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമി, നൂതന യുദ്ധക്കപ്പലുകൾ, മിസൈൽ സംവിധാനങ്ങൾ, കൃത്രിമ ബുദ്ധി അധിഷ്ഠിത യുദ്ധശേഷികൾ എന്നിവയിലും നിക്ഷേപം നടത്തുന്നുണ്ട്. ഇന്തോ പസഫിക് സംഘർഷം തുടങ്ങിയ മറ്റ് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ചൈനയുടെ നീക്കം കൂടിയാണിതെന്ന് പറയേണ്ടി വരും. അതേസമയം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ 50% വരെ കൂടുതൽ ചൈന പ്രതിരോധ മേഖലയിൽ ചെലവിടാറുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിനേക്കാൾ 3 ഇരട്ടിയാണ് ചൈനയുടെ ഔദ്യോഗിക ബജറ്റ്. 75 ബില്യൺ ആണ് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ്. 900 ബില്യൺ ചെലവഴിക്കുന്ന US ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. US-നെ വെല്ലുവിളിക്കുന്നതിനും തായ്വാനിൽ മൂന്നാം കക്ഷി ഇടപെടൽ തടയുന്നതിനും അതിർത്തി സംഘർഷങ്ങളിൽ സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നതിനുമാണ് പ്രധാനമായും ചൈനയുടെ 2 ദശലക്ഷം അംഗബലമുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകത്ത് രാജ്യസുരക്ഷയ്ക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന രാജ്യങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. റിപ്പോർട്ടിൽ 1-ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്, 2-ാമത് ചൈന, 3-ാമത് റഷ്യ, 4-ാമത് ഇന്ത്യയാണ്, 5-ാം സ്ഥാനത്തുള്ളത് സൗദി അറേബ്യയാണ്. റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ മുൻനിര സൈനിക ശക്തികൾ സാങ്കേതികവിദ്യ, സൈബർ വാർഫെയർ, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ സങ്കീർണമായ സൈനിക ശേഷികളുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും കണക്കിലെടുത്ത് നിരവധി രാജ്യങ്ങൾ 2025-ൽ അവരുടെ പ്രതിരോധ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിർത്തികൾ ശക്തിപ്പെടുത്തുന്നതിനും ആയുധങ്ങൾ നവീകരിക്കുന്നതിനും കോടിക്കണക്കിന് രൂപയാണ് രാജ്യങ്ങൾ ചെലവഴിക്കുന്നത്. ഇന്ത്യയും പ്രധാന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. റിപ്പോർട്ടിൽ ഇന്ത്യക്ക് 4-ാം സ്ഥാനമാണുള്ളത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോഴും ലോകമെമ്പാടും യുദ്ധഭീഷണി എക്കാലവും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.